ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മാർച്ച് 17-ാം തീയതി, തപസ് കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. ഇന്ന് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണം, അതാണ് സംഭവം. രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന സംഭവം എന്തിനു വേണ്ടിയാണ് നടന്നത് എന്നത് ഒരു വേദഗ്രന്ഥ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വേദഗ്രന്ഥ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സംഭവം യേശുനാഥൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിന് ശേഷം നടക്കുന്ന സംഭവമാണ്. അതായത് ഇതിന് 3 ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 1-ാമത്തെ പ്രവചനം പീഡാസഹനത്തെക്കുറിച്ച് ഈശോ നടത്തിയതിന് ശേഷം അതിൻ്റെ നടുക്കത്തിലായിരിക്കുന്ന ശിഷ്യന്മാർക്ക് ആ ഒരു നടുക്കത്തിൽ നിന്ന് വരെ പുറത്തേക്ക് കൊണ്ടുവരാൻ, പീഡാസഹനം അതിൻ്റെ മഹത്വത്തിൽ ആണ് അവസാനിക്കാൻ പോകുന്നത്, ഉയർപ്പിൻ്റെ മഹത്വത്തിലാണ് അതിൻ്റെ പരിസമാപ്തി എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നടുക്കത്തിൽ നിന്നും ശിഷ്യന്മാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയതാണ് രൂപാന്തരീകരണം എന്ന ഒരു ലക്ഷ്യം. 2-ാമത്തെ ലക്ഷ്യം, രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ യേശുവിന് സാധിച്ചു എന്നതാണ് 2-ാമത്തെ ലക്ഷ്യം. 3-ാമത്തെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് യേശുനാഥൻ നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു 3-ാമത്തെ ലക്ഷ്യം. കാരണം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മോശയും ഏലിയായും നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പ്രതീകമാണ്. അവരുടെ പൂർത്തീകരണമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് രൂപാന്തരീകരണം നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇപ്രകാരം പല ലക്ഷ്യങ്ങൾ രൂപാന്തരീകരണത്തിനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വേദഗ്രന്ഥ പശ്ചാത്തലത്തിൽ എന്തിനായിരുന്നു രൂപാന്തരീകരണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഇനി രൂപാന്തരീകരണം കത്തോലിക്ക തിരുസഭ ഔദ്യോഗികമായി കലിസ്റ്റസ് 3-ാമൻ പാപ്പായുടെ കാലഘട്ടത്തിൽ ഇറക്കിയ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 6-ാം തീയതി രൂപാന്തരീകരണ തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന കാര്യത്തെ മാത്രം ധ്യാനിക്കാനായിട്ട് ഒരു തിരുനാൾ കത്തോലിക്ക തിരുസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്നതല്ല, ഈ തപസ്സിനിടയ്ക്ക് ഈ രൂപാന്തരീകരണം വേദഭാഗമായിട്ട് നമുക്ക് നൽകുന്നതിലൂടെ സഭ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ തപസ്സുകാരവുമായി ബന്ധപ്പെട്ട് രൂപാന്തരീകരണം എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ നമുക്ക് രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ രൂപാന്തരീകരണം ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. തെനാക്ക്, ഞാനെപ്പോഴും ഈ ഒരു വീഡിയോ സീരീസിൻ്റെ പേര് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, തെനാക്ക് എന്ന് പറയപ്പെടുന്നത് ജൂവിഷ് ബൈബിൾ എന്ന പേരിലൊക്കെ നമ്മൾ പറയാറുണ്ട്. തോറ, നബിയും കെത്തുബിയും എന്ന് പറയപ്പെടുന്ന 3 വേദഗ്രന്ഥ ഭാഗങ്ങളുടെ ആകത്തുക എന്ന രീതിയിലാണ് അതിൻ്റെ ചുരുക്കെഴുത്ത്. തോറ, നബിയും കെത്തുബിയും, തെനാക്ക് എന്ന് പറയപ്പെടുന്ന ആ വാക്ക് എടുത്തിരിക്കുന്നത് 3 അക്ഷരങ്ങൾ, 3 വാക്കുകളിൽ നിന്നാണ് തെനാക്ക് എന്ന വാക്ക് രൂപീകരിക്കുന്നത്. അതായത് നിയമം, തോറ നിയമം, നബിയും പ്രവചനങ്ങൾ, അതിൽ നിന്നാണ് നബി എന്ന വാക്കൊക്കെ വരുന്നത്. നബിയും കെത്തുബിയും റൈറ്റിങ്സ്, ലിഖിതങ്ങൾ എന്ന് പറയപ്പെടുന്ന 3 ഭാഗങ്ങൾ, അതാണ് തെനാക്ക് എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും പലരും എന്താണിതെന്ന് സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തെനാക്ക് എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയൊക്കെ ആയിട്ട് നമുക്ക്, അതിൻ്റെ ഒരു അവതരണം കൂടിയായിട്ട് നമുക്ക് രൂപാന്തരീകരണം കാണാൻ സാധിക്കും. തോറ, മോശ, നബിയും എലിയ, സ്നേഹത്തിൻ്റെ ലിഖിതങ്ങൾ യേശു. അപ്പോൾ അതിൻ്റെ ആ ഒരു രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ രൂപാന്തരീകരണം ധ്യാനിക്കുന്നത് എന്തിന്? അതിൻ്റെ രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന സംഭവം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ്, അവർ മലമുകളിലേക്ക് കയറിപ്പോയി. അതാണ് നമ്മൾ ഒന്നാമത് കാണുന്നത്. യോവൻ ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞവൻ
അതായത് പ്രവചനം കഴിഞ്ഞതിന് ശേഷം, ഒന്നാമത്തെ പ്രവചനം കഴിഞ്ഞതിന് ശേഷം 8 ദിവസങ്ങൾക്ക് ശേഷം അവൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. യഥാർത്ഥത്തിൽ താബോർ എന്ന് പറയപ്പെടുന്നൊരു മലയെക്കുറിച്ച് നമുക്ക് വേദഗ്രന്ഥത്തിലൊന്നും വ്യക്തമായിട്ടും വായിച്ചെടുക്കാണ്ട് സാധിക്കത്തില്ല. താബോർ എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ തന്നെ ഉയർന്ന പ്രദേശം എന്നൊക്കെ ഒരു അർത്ഥമാണ് അതിന് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഹോളി ലാൻഡ് സന്ദർശിച്ച സമയത്ത് എന്നെപ്പോലെ തന്നെ മറ്റ് ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുള്ള ആരും പറയാൻ സാധ്യതയുള്ളൊരു വസ്തുത, മറ്റുള്ളവർ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അറിവിൽ ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലം അതാണ് താബോർ. ഇന്നും ഇത്രയും സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് അനുവാദം തരികയാണ്. എവിടെയാണ് സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ താബോർ സെലക്ട് ചെയ്യും. ബെത്ലഹേമിനെയും കാൽവരിയേക്കാൾ ഒരുപാട് പ്രിയപ്പെട്ടതായി മാറിയൊരു സ്ഥലമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രകൃതിയുടെ മനോഹാരിതയാവാം, എന്തു തന്നെ ആയിരുന്നാലും വളരെ ധ്യാനാത്മകമായ ഒരു സ്ഥലം, പ്രാർത്ഥനാരൂപി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടൊക്കെ അനുഭവപ്പെട്ട ഇടമാണ് താബോർ മല എന്ന് പറയപ്പെടുന്നത്. പക്ഷെ താബോറാണോ ഏത് മലയെന്ന് ഇതിന് വ്യക്തമായിട്ട് പറയുന്നത്, ഒരു മല കയറിപ്പോയി എന്നാണ് പറയുന്നത്. തപസ് ഒരു മലകയറ്റമാണ്. ഓരോ ദിവസവും ഓരോ പടികൾ ചവിട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് അടുത്തടുത്ത് ചെല്ലാൻ വേണ്ടി ഉള്ളൊരു മലകയറ്റമാണ് തപസ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ കാര്യം. രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ദിവസങ്ങൾ, തപസ്സിൻ്റെ ദിവസങ്ങൾ ഒരു മലകയറ്റമാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത്, ഈ മലകയറ്റത്തിൻ്റെ ഒടുക്കം എനിക്ക് ചില വെളിപാടുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിന് ആദ്യം പറയുന്ന ഇപ്രകാരമാണ്: ഭൂമിയിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന രൂപാന്തരമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മല കയറി ചെന്ന്, തപസ്സിൻ്റെ ഓരോ ദിവസവും പുണ്യപ്രവൃത്തികളുടെയും പ്രാർത്ഥനയിലൂടെയും മല കയറി ചെന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, നമ്മുടെ രീതി, നമ്മുടെ ആ മുഖഭാവം മാറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആകെ നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് പോലും മാറിപ്പോകത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവവും എല്ലാം മാറി വരുന്നു എന്നുള്ളതാണ് രൂപാന്തരം അർത്ഥമാക്കുന്നത്. തപസ്സിൻ്റെ മല കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആത്മാർത്ഥതയുണ്ടെന്നിരിക്കൽ നമ്മുടെ മുഖഭാവം പോലും മാറിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളെ കാണുന്നവൻ നമ്മളെ അല്ല പിന്നെ കാണുന്നത് എന്നുള്ളതാണ്. ഈ മോശ മലമുകളിലും താഴേക്ക് ഇറങ്ങി വന്നപ്പം അവൻ്റെ മുഖം പ്രകാശമാനമായിരുന്നു, അവൻ വ്യത്യസ്തനായി കാണപ്പെട്ടു, ഒരു വേറിട്ട രീതി കാണപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം. സീനായ് മലയിൽ നിന്ന് താഴേക്കുന്ന സംഭവത്തിൽ പറയുന്ന പോലെ മുഖഭാവം മാറി, വസ്ത്രം തിളങ്ങി വെണ്മയാർന്നു. മറ്റു സുവിശേഷങ്ങൾ കാണുന്നത് ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്തവണ്ണം അത് വെളുത്തു എന്നുള്ള രീതിയിലാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് വെളുത്തു. അതായത് ആദ്യം സംഭവിക്കുന്നത് പ്രാർത്ഥനയുടെ മല കയറിപ്പോവുക, അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മുഖഭാവം മാറുന്നു, എന്നെ മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാട് മാറുകയാണ്, ഞാൻ വേറൊരു മനുഷ്യനായി മാറുന്നു. മൂന്നാമത് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഞാൻ അടിമുടി വിശുദ്ധിയുള്ളവനായിട്ട് മാറുന്നു. വെള്ള അങ്കി ധരിച്ച് കുരുത്തോല കയ്യിൽ പിടിച്ചവരെ കുറിച്ച് വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ എൻ്റെ അടിമുടി വിശുദ്ധീകരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വണ്ണം വെളുപ്പിക്കപ്പെട്ട വസ്ത്രവും ധരിച്ച് നിൽക്കുന്ന എന്നൊക്കെ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടു. 3 പേരെ അവർ കാണുന്നത്: മോശ, ഏലിയ, യേശു. തോറ, നബിയും കെത്തുബിയും, തനാക്ക്. ഈ തോറ നിയമമാണ്, നിയമഫലകം. സീനായ് മലയിൽ നിന്ന് കിട്ടിയ നിയമഫലകം അത് നമ്മുടെ ഹൃദയമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് നമ്മുടെ മനസ്സാക്ഷിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂപാന്തരീകരണം സംഭവിക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ് എൻ്റെ മനസ്സാക്ഷി ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തപസ്സിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ് എൻ്റെ മനസ്സാക്ഷി ബലപ്പെടുക എന്നുള്ളത്. മനസ്സാക്ഷി ദുർബലമായി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പാപിയായി മാറിയതിൻ്റെയും ബലഹീനനായി മാറിയതിൻ്റെയും ഒക്കെ കാരണം. അപ്പോൾ മനസ്സാക്ഷി ബലപ്പെടുന്നു, എൻ്റെ ഉള്ളിലെ തോറ ജ്വലിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത് നബിയും, ഞാൻ ബോധ്യങ്ങളുള്ളവനായി മാറിയ. ആരാ നബി? ആരാ പ്രവാചകൻ? പ്രവാചകനെ കുറിച്ചൊക്കെ തിയോളജി ക്ലാസ്സിൽ കേട്ടൊരു നല്ല നിർവചനമുണ്ട്: വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാത്തവൻ്റെ പേരാണ് പ്രവാചകൻ.
നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ പ്രവാചകൻ എന്ന രീതിയിലല്ല, അല്ലെങ്കിൽ എല്ലാത്തിനും മേൽ വിമർശനം അഴിച്ചു വിട്ടുകൊണ്ട് കുറ്റാരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് നീങ്ങുന്ന ചില വ്യക്തിത്വങ്ങൾ, അങ്ങനെയല്ലേ പ്രവാചകൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പ്രവാചകന്മാരെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ക്വാളിറ്റി, അടിസ്ഥാന ഗുണമെന്ന് പറയപ്പെടുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാത്തവനാണ് പ്രവാചകൻ. ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രമേ ചെയ്യൂ എന്ന് ഉറപ്പുള്ളവൻ, ഞാൻ പറയുന്ന വചനമനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കും എന്നുറപ്പുള്ളവനാണ് പ്രവാചകൻ. അവൻ വ്യത്യസ്തനല്ല. അവൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ബോധ്യങ്ങളിലേക്ക് വളർന്നു വചനത്തിനൊത്തൊരു ജീവിതം നയിക്കാൻ ഞാൻ ബലപ്പെട്ടു. അതാണ് രണ്ടാമത്തെ കാര്യം. നബിയും ആദ്യം പറയുന്നു മനസ്സാക്ഷി ബലപ്പെട്ടു, രണ്ട് എൻ്റെ ബോധ്യങ്ങൾ ബലപ്പെട്ടു, അതനുസരിച്ച് ഞാൻ ജീവിതം നയിക്കാൻ പോവുക. മൂന്നാമത് നിൽക്കുന്നത് മറ്റാരുമല്ല, യേശുനാഥനാണ്. ഇനി ഈ സകല നിയമങ്ങളും മാറ്റിയേരെ എല്ലാ നിയമങ്ങളെയും ഒറ്റ വാക്കിൻ്റെ നിയമം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ആ പുതിയ കൽപ്പന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഗുരുവിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. മൂന്നാമത് നിൽക്കുന്നത് നിൻ്റെ ഉള്ളിൽ സ്നേഹം ജ്വലിക്കട്ടെ. ആദ്യം പറയുന്നു നിൻ്റെ മനസ്സാക്ഷി ജ്വലിക്കട്ടെ, രണ്ട് നിൻ്റെ ബോധ്യം, വചനത്തിനൊത്ത് ജീവിതചര്യകൾ ക്രമപ്പെടുത്താനുള്ള നിൻ്റെ ബോധ്യം ജ്വലിക്കട്ടെ. മൂന്നാമത് പറഞ്ഞു വയ്ക്കുന്നു നിൻ്റെ സ്നേഹം ജ്വലിക്കട്ടെ. ഇത് മൂന്നുമാണ് തപസ്സിൽ നടക്കേണ്ട സംഭവം. ഏതൊരു മനുഷ്യനും തപസ്സിൻ്റെ ജീവിത ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മലകയറ്റം ആവശ്യമുണ്ട്. നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവനെ മറ്റുള്ളവർ കാണുന്ന ആ കാഴ്ചപ്പാട് മാറിപ്പോകത്തക്ക രീതിയിൽ അവൻ്റെ മുഖഭാവം പോലും മാറുന്നു. അവൻ്റെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നു. പിന്നീട് അവൻ്റെ അടിമുടി വെളുപ്പിക്കപ്പെട്ടവനായിട്ട്, വെണ്മയുള്ളവനായിട്ട് മാറുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നീട് സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, അവൻ്റെ മനസ്സാക്ഷി, അവൻ്റെ ഉള്ളിലെ തോറ ജ്വലിക്കുന്നു. അവൻ്റെ ബോധ്യം, വചനത്തിനൊത്തുള്ള അവൻ്റെ ജീവിതം ജ്വലിക്കുന്നു. നബിയും അവൻ്റെ കെത്തുബിയും, അവൻ്റെ റൈറ്റിങ്സ്, അവൻ്റെ ആ സ്നേഹത്തിൻ്റെ ലിഖിതങ്ങൾ ജ്വലിക്കാനായിട്ട് തുടങ്ങുന്നു. ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹലിഖിതങ്ങൾ, സ്നേഹത്തിൻ്റെ സുവർണ്ണ ലിഖിതങ്ങൾ ജ്വലിക്കാൻ തുടങ്ങുന്നവൻ മറ്റൊരു മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ തപസ് ഒരു ഞായറാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഞായറാഴ്ചയിലായിരിക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കൃത്യമായ ചില കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളിൽ രൂപാന്തരീകരണം സംഭവിക്കണം എന്നുള്ളതാണ് തപസ്സുമായി ബന്ധപ്പെട്ട് രൂപാന്തരീകരണത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഈ തപസ്സിൻ്റെ മലകയറ്റവും വെണ്മയാക്കപ്പെടലും മുഖഭാവം മാറലും ഉള്ളിലെ തോറയും നബിയും കെത്തുബിയും എന്നിവ ജ്വലിക്കുന്ന ഒരു പരുവത്തിലേക്കും വളരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിലും രൂപാന്തരീകരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തപസ്സിൻ്റെ അർത്ഥപൂർണമായിട്ട് അത് അനുവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ദൈവാനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.